ഇത് നീ തുടക്കം തൊട്ട് അവസാനം വരെ കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു കഥയോ കെട്ടുകഥയോ അല്ലെങ്കിൽ എഴുതി തീർത്ത വരികളോ അല്ല, മറിച്ച് എൻ്റെ ജീവിതമാണ് ഞാൻ നിനക്ക് മുന്നിൽ തുറക്കുന്നത്. ഇപ്പോൾ നീ ചിന്തിക്കുന്നുണ്ടാവും, ഒരുപാട് അകലം ഞാൻ കാണിച്ചിട്ടും ഒരുപാട് അകലം ഞാൻ ശ്രമിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇവൻ വീണ്ടും വീണ്ടും എന്നെ തേടിയെത്തുന്നതെന്ന്. സത്യം പറയുകയാണെങ്കിൽ ഒരാളുടെ മുന്നിൽ തലകുനിക്കാനോ അല്ലെങ്കിൽ അപമാനപ്പെട്ട് വീണ്ടും ആളെ തേടിപ്പോകുന്ന സ്വഭാവം എനിക്കില്ല. പക്ഷേ നിന്നെ തേടിയെത്തിയതിലും നിന്നോട് സംസാരിക്കാൻ കൊതിച്ചതിലും അതിലൊരർത്ഥവും അതിലൊരു കഥയുമുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തോന്നിയൊരു ഇഷ്ടമല്ല നിന്നോട് എനിക്ക്. അതിൻ്റെ പിറകിൽ ഒരുപാട് നൊമ്പരത്തിൻ്റെയും സങ്കടത്തിൻ്റെയും കണ്ണീർ കഥയുണ്ട്. നീ വിചാരിക്കുന്നുണ്ടാവും, എന്തിനാണ് ഇവൻ വീണ്ടും വീണ്ടും വരുന്നത്? പക്ഷേ ഒറ്റ കാരണം മാത്രമേ അതിനുള്ളൂ. ചിലപ്പോൾ നിനക്കത് മുഴുവൻ കേൾക്കുമ്പോൾ മനസ്സിലായേക്കാം. എല്ലാവരുടെയും ജീവിതത്തിലുള്ള പോലെ 5 വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു എനിക്ക് പ്രിയപ്പെട്ടതായി ഒരാൾ. ഇന്നേക്ക് 5 വർഷം. സത്യം പറയുകയാണെങ്കിൽ ഒന്ന് മനസ്സ് തുറന്ന് സന്തോഷിച്ചിട്ടും ഒന്ന് മനസ്സ് തുറന്ന് ചിരിച്ചിട്ടും 5 വർഷമായി. നീ ഉൾപ്പെടെ പലരുടെയും മുന്നിൽ ഞാൻ പുഞ്ചിരിച്ചല്ലാതെ എന്നാരും കണ്ടതുമില്ല. എൻ്റെ സങ്കടം ഞാൻ ആരോടും അങ്ങനെ തുറന്നു പറയാറുമില്ല. എല്ലാവരോടും പുഞ്ചിരിക്കും. കാരണം ചിലതെല്ലാം അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ നീറിപ്പകഞ്ഞിരിക്കുന്നു. പക്ഷെ പലവട്ടം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എല്ലാം ഒന്നും മനസ്സ് തുറന്ന് പറയാൻ ഒരു കൂട്ട്. ഇനി ഞാൻ കാര്യത്തിലേക്ക് എത്താം. 5 വർഷങ്ങൾക്ക് മുന്നേ ജോലി തേടി ഞാൻ മദ്രാസ് സിറ്റിയിലേക്ക് എത്തിയ സമയത്തായിരുന്നു ഞാൻ അവളെ കണ്ടുമുട്ടിയത്. ജോലിയും മറ്റു സാമ്പത്തികമായ പ്രശ്നത്താൽ അലയുമ്പോൾ പടച്ചവൻ തന്നതായിരുന്നു എനിക്കവൾ. ആരെന്നോ എവനെന്നോ അറിയാതെ എങ്ങനെയോ എൻ്റെ ജീവിതത്തിലേക്ക് അവൾ എത്തിപ്പെട്ടു. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന എൻ്റെ മനസ്സ് പറയാതെ അവൾ അറിഞ്ഞു. എൻ്റെ നല്ല സുഹൃത്തായി. അവളുടെ കെയർ ഓഫിൽ എനിക്ക് നല്ല ജോലിയും കിട്ടി. അങ്ങനെ നാളുകൾ ഒരുപാട് നീങ്ങി. എന്നാലും എനിക്കന്നൊരു ആഗ്രഹം തോന്നി. ഞാൻ എന്തെന്നോ ഏതെന്നോ അറിയാതെ എന്നെ സഹായിച്ച് എൻ്റെ കൂടെ നിന്ന് എനിക്കൊരു നല്ല ജോലിയും വാങ്ങിച്ചെന്നു. എൻ്റെ ജീവിതത്തിലെല്ലാമായ ഇവളെൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ ഒന്നും കൂടെ എൻ്റെ ജീവിതം നന്നാവുകയുള്ളൂ എന്ന് ഞാൻ അറിയാതെ ആഗ്രഹിച്ചു. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ അവളോട് പറഞ്ഞു, എന്താണെങ്കിലും എൻ്റെ ജീവിതത്തിലൊരു പെണ്ണ് വേണം. നീയാണെങ്കിൽ എന്നെക്കുറിച്ച് എല്ലാം മനസ്സിലായി. എൻ്റെ കുറവുകളറിഞ്ഞ് എൻ്റെ കൂടെ കൂടിയ എൻ്റെ ഒരു നല്ല സുഹൃത്തും കൂടിയാണ്. പക്ഷേ അവളുടെ മറുപടി വേദനിപ്പിക്കുന്നതും അതുപോലെ ഒരുപാട് അകലവും അവൻ കാണിച്ചു. ഞാൻ വിളിക്കുമ്പോൾ ഒരുപാട് കോളുകൾ കട്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് അകലാൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ വിട്ടില്ല. കാരണം എന്തെന്നറിഞ്ഞാൽ എൻ്റെ കുറവുകളറിഞ്ഞ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നവളാണ് അവൾ. ഞാൻ ചോദിച്ചു, എനിക്ക് വേറൊന്നും വേണ്ട, എനിക്ക് തനിയെ നിന്നോടൊന്നും സംസാരിക്കണം. അങ്ങനെ ഞങ്ങൾ ഒരു വൈകുന്നേര സമയത്ത് ചെന്നൈ മെറീന ബീച്ചിൻ്റെ സൈഡിലേക്ക് പോയിരുന്നു. കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ഒരു കാര്യം ഞാൻ ചോദിച്ചു, നീ എന്നെ അവഗണിക്കുന്നതിലും നീ എന്നെ അകലം കാണിക്കുന്നതിലും ഒറ്റ കാരണമാണെന്ന് എനിക്ക് തോന്നുന്നു. നിനക്ക് വല്ല അഫെയറുമുണ്ടോ? അല്ല നിന്റെ കല്യാണം വല്ലതും ഉറപ്പിച്ചതാണ്? അതൊന്നുമില്ല. പക്ഷെ എന്താണ്? അതിനൊരു കാരണം പറ. അല്ലെങ്കിൽ നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? അതുമല്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത്രയും സുന്ദരിയായ നിന്നെ, ആര് കണ്ടാൽ കൊതിക്കുന്ന ശരീരഭംഗിയും അഴകുമുള്ള നിന്നെ, ഇതുപോലെ പ്രണയാഭ്യർത്ഥനയും ഇതുവരെ നിനക്ക് എത്തിയില്ലേ? പക്ഷേ അവൾ പുഞ്ചിരിച്ചോട് പറഞ്ഞെന്നോട്, ഒരുപാട് വന്നതാണ്, കല്യാണമടക്കം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പലരോടും ഞാൻ മനസ്സോർന്ന് പറഞ്ഞപ്പോൾ എന്നെ വേണ്ടെന്ന് വെച്ച് പോയി. അതെന്താണ്? നീ എന്നോട് പറ. ചിലപ്പോൾ ഞാനിത് പറഞ്ഞാൽ നീയും എന്നെ ഇട്ടേച്ച് പോയേക്കാം. ഒന്നും നോക്കിയില്ല. നീ എന്തു പറഞ്ഞാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. നീ എന്നെ സ്നേഹിച്ചാലും സ്നേഹിച്ചിട്ടില്ലെങ്കിലും ഒരു സുഹൃത്തായിട്ടാണെങ്കിലും നിൻ്റെ പ്രസൻസിൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ ഞാൻ വളരെ സന്തോഷവാനാണ്. പക്ഷേ അവൾ എന്നോട് പറഞ്ഞു, നീ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങളൊന്നും. ഏത് നിമിഷവും മരണത്തെ ഞാൻ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നീ കാര്യം പറ എന്ന് ഞാൻ അവളോട് പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞൊരു വാക്കായിരുന്നു, പടച്ചവൻ എനിക്ക് നല്ല സൗന്ദര്യവും അഴവും വിദ്യാഭ്യാസവും അതുപോലെ സമ്പന്നതയും എല്ലാം എനിക്ക് തന്നു. പക്ഷേ എനിക്കൊരു കുറവ് മാത്രമേ തന്നുള്ളൂ. ഞാൻ ചോദിച്ചു, എന്താണ് നിൻ്റെ ആ കുറവ്? അവളെന്നോട് പറഞ്ഞ മറുപടി, ഞാനൊരു ബ്ലഡ് ക്യാൻസർ പേഷ്യൻ്റാണ്. ഞാനിപ്പോഴും ട്രീറ്റ്മെൻറ്റിലാണ്. കാരണം ഏത് നിമിഷവും എൻ്റെ ജീവൻ എപ്പോൾ വേണമെങ്കിലും പോവാം.
അതിനിടയിൽ ഒരു കുടുംബവും ജീവിതവും കുട്ടികളും അതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ നിനക്കും എന്നോടൊരു വെറുപ്പോ അല്ലെങ്കിൽ ഇപ്പോൾ നിനക്ക് തോന്നിയ ഇഷ്ടം പോയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒറ്റ വാക്കേ ഞാൻ അവളോട് പറഞ്ഞുള്ളൂ. എന്നാൽ നിനക്ക് തെറ്റി. കാരണം ഞാൻ നിൻ്റെ സൗന്ദര്യം കൊണ്ടോ നിൻ്റെ ശരീരം സ്വന്തമാക്കാനോ വേണ്ടിയല്ല പെണ്ണ് ഞാൻ നിന്നെ സ്നേഹിച്ചത്. ആരാരും എവരാരും ഈ നാട്ടിലില്ലാത്ത എനിക്കെല്ലാമായ നിന്നെ എനിക്കൊരുപാട് ജീവനാണ്. നിനക്ക് എന്ത് തന്നെ ആയിക്കോട്ടെ, നിനക്ക് ജീവനുള്ള കാലത്തോളം, എൻ്റെ ചങ്കിൽ ജീവനുള്ള കാലത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കും. ഇനി നിനക്ക് എന്ത് മാരകാസുഖം വന്നാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് എന്നെ നെഞ്ചോട് ചേർത്ത് അവളുടെ നെറ്റത്തൊരു ചുടുചുംബനം നൽകി. അങ്ങനെ ഒരുപാട് നാൾ അങ്ങനെ നീങ്ങിപ്പോയി. ഒരു പുതുവർഷ കാലഘട്ടത്തിലായിരുന്നു. ഒരു ജൂലൈ മാസത്തിൽ ഞാൻ ലീവിന് വേണ്ടി നാട്ടിലേക്ക് എത്തിയതായിരുന്നു. നാട്ടിലേക്കെത്തി, മഴ കൊണ്ട് പനിയും പിടിച്ചു. അങ്ങനെ കുറച്ച് ദിവസം സുഖമില്ലാതെ നാട്ടിൽ അങ്ങനെ ഇരുന്നു. എല്ലാ ദിവസവും രാത്രി എന്നോട് സംസാരിക്കുമായിരുന്നു. എൻ്റെ സങ്കടങ്ങളും നമ്പരങ്ങളും എൻ്റെ സന്തോഷങ്ങളും പങ്കുവെക്കാൻ എനിക്ക് അവൾ മാത്രമായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ അവളൊരു മലയാളി പെൺകുട്ടിയായിരുന്നു. പഠിച്ചതും വളർന്നതും എല്ലാം മെഡ്രാസ് സിറ്റിയിലാണെന്ന് മാത്രം. ഒരു തനിനാടൻ പാലക്കാട്ടുകാരി. അങ്ങനെ ദിവസങ്ങൾ നീങ്ങി. ഞാൻ പോകാൻ ലേറ്റാകുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം എൻ്റെ സുഹൃത്ത് എന്നെ വിളിക്കുകയാണ്. അവളിന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. എത്രയും പെട്ടെന്ന് വരികയാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് കാണാൻ പറ്റിയേക്കാം. ആ വാർത്ത കേട്ടതും ഞാനല്ലാതെ പോയ സമയം, എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ച സമയം, ഞാൻ നിൽക്കുന്ന സ്ഥലമോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഒരുപാട് പൊട്ടിക്കരഞ്ഞ നിമിഷമായിരുന്നു. ഒന്നും നോക്കിയില്ല. അന്ന് ലേറ്റ് തന്നെ ഞാൻ വണ്ടി കയറി അവിടേക്ക് എത്തി. ഹോസ്പിറ്റലിൻ്റെ മുന്നിലേക്ക് എത്തുമ്പോൾ അവളുടെ ഉമ്മയും ഫാമിലിയും ഒരുപാട് പേർ കണ്ണീരോടെ നിൽക്കുകയാണ്, ഒരുപാട് പ്രാർത്ഥനയോടുകൂടി. കാരണം 2 ദിവസം മുന്നേ എന്നോട് മനസ്സ് തുറന്ന് സന്തോഷം പങ്കുവച്ചതും ദുഃഖത്തിൽ ചേർന്നതും അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ നൽകിയതായിരുന്നു. ഒന്നും നോക്കിയില്ല. എനിക്ക് അവളെ കാണണമെന്ന് ഞാൻ വാശി പിടിച്ചു. ഡോക്ടറും മറ്റും ഒരുപാട് എന്നെ അവഗണിച്ച് മാറ്റി നിർത്തി. കാരണം ICU കിടക്കുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ല. കാരണം ഇവളൊരു ബ്ലഡ് ക്യാൻസർ പേഷ്യൻറ്റും കൂടിയാണ്. എന്നിരുന്നാലും അവസാനത്തെ ജീവൻ പോകുന്ന നിമിഷമാണെന്ന് ഡോക്ടർമാർ വിധി എഴുതി. ഞാൻ പോയി അടുത്തേക്കിരുന്നു. എന്നോട് സംസാരിക്കണമെന്ന് പാവത്തിന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. അവൾ എന്നെ ഒരുപാട് നോക്കി, കണ്ണുകൾ നിറഞ്ഞു. അവസാനമായി എന്നോടൊരു വാക്ക് പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇതൊന്നും വേണ്ട എന്ന്. ആ വാക്ക് കേട്ടതും എൻ്റെ കണ്ണ് ഒരുപാട് നിറഞ്ഞു പോയി. ഒന്നും നോക്കിയില്ല. നെഞ്ചോട് ചേർത്ത് കുറേ നേരം അവിടെ അടുത്തിരുന്നു. അല്പസമയം ഒന്ന് പുഞ്ചിരിച്ചു. അത് കഴിഞ്ഞ് കുറേ നേരം ഞാൻ ICUൻ്റെ പുറകിൽ ഹോസ്പിറ്റലിലെ വരാന്തയിലായിട്ട് ഞാൻ ഇരിക്കുന്ന സമയത്താണ് ആ വാർത്ത അറിഞ്ഞത്. അവളെ എന്നോടും ഈ ലോകത്തോടും വിട പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യണമെന്നറിഞ്ഞില്ല. കാരണം ഇന്നും ഞാൻ അവളെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ പിടയുകയാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്കെല്ലാം അവൾ മാത്രമായിരുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം എൻ്റെ ജീവൻ നഷ്ടപ്പെട്ട പോലെ എനിക്ക് തോന്നി. ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. നെഞ്ച് കിടന്ന് പിടയുകയായിരുന്നു. കാരണം നെഞ്ചിൻ്റെ ഉള്ളിൽ അത്രയും വലിയ തീക്കട്ട കൊണ്ടിട്ട പോലെ വല്ലാത്തൊരു വേദനയും വല്ലാത്തൊരു പൊള്ളലും. കാരണം എനിക്കെല്ലാമായവൾ, എൻ്റെ ജീവിതത്തിൽ എൻ്റേത് മാത്രമായവൾ എന്നെ ഈ നഗരത്തിൽ തനിച്ചാക്കി പോവുകയാണ്. എൻ്റെ ജീവിതത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തവൾ. അവസാനം പള്ളിക്കാട്ടിലേക്ക് അവളുടെ മയ്യത്തും കെട്ടലിൻ്റെ ഒരു കാലും പിടിച്ച് ഞാനും നടന്നു. മറമാടി എല്ലാവരും പോയി. ഒരുപാട് നേരം ഞാൻ ആ ഖബറിൻ്റെ മീതെ പൊട്ടിക്കരഞ്ഞിരുന്നു. അവസാനം ഒരുപാട് ഇരുട്ടായി. പള്ളിയിലെ ആളുകളെല്ലാം അടുത്തേക്ക് വന്നു. എന്താണെങ്കിലും നിന്നെ വിട്ടുപോയി, ഇനി നീ ഇരിക്കുന്നതിലും അർത്ഥമില്ല. ഏകദേശം ഉച്ചയോടുകൂടിയാണ് അവിടെ മറമാടിയത്. ഉച്ച തൊട്ട് വൈകുന്നേരം വരെ ആ ഖബറിൻ്റെ അടുത്ത് ഞാൻ ദുആ ചെയ്തു കരഞ്ഞും ഒരുപാടിയിരുന്നു. കൂടെ എൻ്റെ ചില സുഹൃത്തുക്കളും. അങ്ങനെ ഒരു പിടി മണ്ണും അവളുടെ ഖബറിൻ്റെ ചാരയിട്ട് ഒരു റോസാ പൂ വെച്ച് ഞാൻ നടന്നു. അന്നാണ് ഞാൻ ആ നഗരത്തോട് വിട പറഞ്ഞത്. അന്ന് തൊട്ട് സമാധാനത്തിന് വേണ്ടി ഞാൻ അലയുകയായിരുന്നു. പകരം ഞാൻ ആരെയും സ്നേഹിക്കാനോ കൂടെ ചേർക്കാനോ എത്തുന്നില്ല. ആ നാട് വിട്ട് പല നാടുകളിലായി. പിന്നെ വീണ്ടും സ്വന്തം നാട്ടിലേക്ക്. ഈ നാട്ടിലേക്ക് വരുമ്പോൾ പുഞ്ചിരി കൊണ്ട് മാത്രമാണ് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ വണ്ടി ഇറങ്ങിയത്. എൻ്റെ സങ്കടങ്ങളോ നൊമ്പരങ്ങളോ അങ്ങനെ ആരോടും പറഞ്ഞില്ല. അങ്ങനെ ഉള്ളിൽ ഒരുപാട് വേദനകളെ കൂട്ടിവെച്ച് ഞാൻ നടന്നു നീങ്ങി.
ഇനിയൊരു ജീവിതമോ അല്ലെങ്കിൽ ഇനിയൊരു തിരിച്ചുപോക്കോ ഉണ്ടാകുമോ അതൊന്നും എനിക്കറിയില്ല. കാരണം അവളില്ലാത്ത മണ്ണിലേക്ക് ഇനി ഞാനുമില്ല. അന്ന് എഴുതിയതായിരുന്നു ആ ഗാനം, പാലക്കാട് നാട്ടിലെ പാവപ്പെട്ട പെണ്ണെന്ന്, എൻ്റെ ജീവൻ്റെ ജീവനായ എൻ്റെ വാവച്ചിയെക്കുറിച്ചുള്ള ഗാനം. അങ്ങനെ ഒരുപാട് നാളുകൾ നീങ്ങി. ഇവിടെ ഞാനൊരു ഗതികിട്ട പ്രേതം പോലെ അലഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് കൂട്ടിൻ്റെ പാട്ടുകൾ മാത്രമാണ്. ഞാൻ എഴുതിയ ഓരോ വരികളും അവളെക്കുറിച്ച് മാത്രമാണ്. അപ്രതീക്ഷിതമായിട്ടാണ് നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ വന്നതും നീ എൻ്റെ ജീവിതത്തിലേക്ക് കൂടിയതും. ഇനി ഞാൻ അതിലേക്ക് കിടക്കാം. നീ എന്താണ് കരുതിയത്? നിന്റെ സൗന്ദര്യം കണ്ടോ? നിന്റെ ശരീരം സ്വന്തമാക്കാൻ വേണ്ടിയാണോ ഞാൻ നിന്നെ സ്നേഹിച്ചത്? എന്നാൽ നിനക്ക് തെറ്റി. പുതുവർഷത്തിൻ്റെ ആരംഭത്തിലായിരുന്നു ഞാൻ നീ കണ്ടുമുട്ടിയത്. ആൾക്കൂട്ടങ്ങൾക്കിടയിൽ വ്യത്യസ്തമായ ഒരു കണ്ണ് ഞാൻ കണ്ടു. ആ കണ്ണെന്നെ ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു, അതുപോലെ ആ പുഞ്ചിരിയും. പക്ഷെ ഞാൻ ആ കണ്ണിൽ കണ്ടത് എൻ്റെ വാവച്ചിയായിരുന്നു. എന്തോ വർഷങ്ങൾക്ക് ശേഷം അവൾ തിരിച്ചു വന്നതാണോ അല്ലെങ്കിൽ അവളുടെ കണ്ണുകൾ വന്നതാണോ അതൊന്നും എനിക്കറിയില്ല. പാടുമ്പോഴും എൻ്റെ മനസ്സ് പിടയുകയായിരുന്നു. അവളുടെ ഓർമ്മകൾ എന്നെ വല്ലാതെ അലട്ടുകയായിരുന്നു. അന്ന് തൊട്ട് ഇന്നേക്ക് 4 മാസത്തോളം കാലം ഞാൻ ഒരുപാട് വേദനിച്ചു. എന്തെന്നറിയില്ല, വല്ലാത്തൊരു ഫീല്, വല്ലാത്തൊരു വേദന. പടച്ചവനെ, ഇത് എങ്ങനെയും തുറന്നു പറയണം, ഇതിനെക്കുറിച്ച് അവളോട് പറയണം എന്ന് കരുതി ഞാൻ ഒരുപാട് വട്ടം നടന്നതാണ്. പക്ഷെ അപ്രതീക്ഷിതമായിട്ടാണ് വീണ്ടും നമ്മൾ കണ്ടെത്തിയത്. പക്ഷെ ഒന്നുണ്ടായിരുന്നു, നിന്റെ പുഞ്ചിരിക്കുന്ന മുഖത്തും മറ്റുള്ളവരോട് നിഷ്കളങ്കമായി പെരുമാറുമ്പോഴും എനിക്ക് തോന്നി എൻ്റെ വാവച്ചിയെ പോലെ നീയും ഒരുപാട് വേദനകൾ ഉള്ളിൽ ഒതുക്കുന്ന ഒരാളാണെന്ന്. പക്ഷെ ഞാനും കരുതിയത് വേറെ ഒന്നും മാത്രമല്ല, നിന്നെ പ്രണയിച്ച് ഒരുപാട് കാലം നടക്കാനോ അതൊന്നുമല്ല. എൻ്റെ ഉള്ളിലുള്ള ഒരുപാട് വേദനകൾ നിനക്ക് അങ്ങോട്ട് പങ്കുവെക്കണം. എൻ്റെ മനസ്സിനൊത്തൊരു മനസ്സാണെന്ന് ഞാൻ അറിയാതെ ആഗ്രഹിച്ചു പോയി. എൻ്റെ വാവച്ചിയുടെ ഓർമ്മകൾ വീണ്ടും തിരിച്ചു വന്നതുപോലെ എൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഈ വേദനകളൊന്ന് തുറന്നു പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത്. നിന്റെ വേദനകൾ എന്താണെങ്കിലും അത് ഞാൻ പങ്കുചേർന്ന് നിന്നോട് കൂടി നിന്ന് അങ്ങനെ കാലം ഒരുപാട് നീങ്ങാൻ വേണ്ടി മാത്രം. അല്ലാതെ നീ കരുതുന്ന പോലെ നിന്റെ ശരീരമോ നിന്റെ സൗന്ദര്യമോ നോക്കി അല്ല പെണ്ണെ. എന്താണെങ്കിലും നീ ഒന്ന് ചിന്തിച്ചോ. നമ്മൾ ഒരുപാട് മനസ്സ് തുറന്ന് സംസാരിച്ചപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. എൻ്റെ മനസ്സിൽ ഒരുപാട് ആശ്വാസമായി. പല കാര്യങ്ങളും നീ എന്നോട് സംസാരിച്ചു. അതിൽ ചിലത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നീ എൻ്റെ ഉള്ളെടുക്കാനും നീ എൻ്റെ മനസ്സെങ്ങനെയെന്ന് അറിയാൻ വേണ്ടി നീ പല കാര്യങ്ങളും എന്നോട് സംസാരിക്കുകയാണെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് മനഃപൂർവ്വമാണ് നിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നതും നിന്റെ മനസ്സിന് ഇഷ്ടമില്ലാത്തതും നിന്നെ ഇടങ്ങറാക്കുന്നതുമായിട്ടുള്ള ചില സംസാരങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്ന് വന്നതും. അതെന്തെന്നറിയുമോ? എന്തൊക്കെ പറഞ്ഞാലും കൂടെ നിൽക്കാൻ മനസ്സുള്ള ഒരാളാണോ എന്ന് മാത്രം ഞാൻ നോക്കിയത്. അല്ലാണ്ട് നീ ചിന്തിക്കുന്നത് പോലെ മറ്റൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ഇനി ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ ഒരു കാര്യം അവസാനമായി ഞാൻ നിന്നോടൊന്ന് പറഞ്ഞോട്ടെ. മറ്റൊന്നുമല്ല, നീ കാണിച്ച സ്നേഹം സത്യമാണെങ്കിൽ എൻ്റെ സങ്കടങ്ങളും നൊമ്പരങ്ങളും പങ്കുവെക്കാൻ നിനക്ക് എൻ്റെ കൂടെ ചേരാൻ മനസ്സുണ്ടെങ്കിൽ മാത്രം കൂട്ടുകൂടും. അല്ല, വേറൊരു കാര്യം കൂടെ. എന്തെന്ന് വെച്ചാൽ, നേരം പോക്കിനും സമയം കളയാൻ വേണ്ടിയാണ് നീ എന്നോട് സംസാരിച്ചെങ്കിൽ ഇനി മറ്റൊരാളോട് നീ സംസാരിക്കുമ്പോൾ ചിന്തിക്കണം, ആ സംസാരിക്കുന്ന വ്യക്തി എങ്ങനെയുള്ള ആളാണ്, അല്ലെങ്കിൽ ആ സംസാരിക്കുന്ന വ്യക്തിയുടെ മനസ്സെങ്ങനെയെന്ന് ഒന്ന് നീ ചിന്തിക്കണം. എന്നെപ്പോലെ മുറിവേറ്റ ഹൃദയമാണെങ്കിൽ അതിന് താങ്ങാൻ കഴിയില്ല. കാരണം മുറിവേറ്റ മനസ്സിനും മുറിവേറ്റ ഹൃദയത്തിനും തകർന്ന നെഞ്ചിനും ആശ്വാസമായി ചില ഇതുപോലത്തെ വാക്കുകൾ വന്നാൽ അത് വലിയ ആശ്വാസമാണ്. പെട്ടെന്നതില്ലാതായാൽ വല്ലാത്ത വേദനയുമാണ്. എന്നെ സ്നേഹിച്ചു കൂടെ ഇരിക്കാനൊന്നും ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല. കാരണം ഒരു കാര്യത്തിന് വേണ്ടി ആരുടെ മുന്നിൽ തല കുനിക്കാറുമില്ല, കാല് പിടിക്കാറുമില്ല, അല്ലെങ്കിൽ കേണപേക്ഷിക്കാറുമില്ല. പ്രത്യേകിച്ച് സ്നേഹം, ഇഷ്ടവും സ്നേഹവും എല്ലാം എന്ന് പറഞ്ഞാൽ അതൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും മറ്റൊരു മനസ്സിന് കൊടുക്കേണ്ടതാണ്. ഇനി നീ എന്നെ വെറുക്കുകയോ അകലുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം എൻ്റെ ഉള്ളിൽ മറുപടിയൊന്നും നീ തന്നില്ലെങ്കിലും എൻ്റെ ഈ വേദന നീ അറിയുമ്പോൾ എനിക്കൊരു സമാധാനമാണ്. കാരണം ഒരാളോടെങ്കിലും എൻ്റെ മനസ്സ് കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളോടെങ്കിലും എനിക്കിതൊന്ന് തുറന്നു പറയാൻ കഴിഞ്ഞല്ലോ. ആ ഒരു ആശ്വാസം മാത്രം മതി എനിക്ക്. എന്താണെങ്കിലും എന്നെ മനസ്സിലാക്കി കൂട്ടുകൂടാൻ കഴിഞ്ഞാൽ സന്തോഷം. അല്ലെങ്കിൽ നിന്റെ മനസ്സിൽ എനിക്കെന്തും തെറ്റായ ചിന്തകളും അല്ലെങ്കിൽ ശരിയല്ല എന്ന് തോന്നിയാൽ ഇപ്പോൾ കാണിക്കുന്ന ഈ അകലം ഒന്നുകൂടെ വെറുപ്പായി കാണിച്ച് വന്ന വഴിക്ക് നീ പൊക്കും. ഒരു ശല്യമായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് കോളുകൾ ചെയ്തോ സംസാരിക്കണമെന്ന് പറഞ്ഞു നിന്നെ ശല്യം ചെയ്യാനോ നിന്റെ പിറകെ വരാനോ ഞാൻ നിൽക്കില്ല.
കാരണം എൻ്റെ കൂട്ടിന് എൻ്റെ വാവച്ചയുടെ ഒരുപാട് നല്ല നല്ല ഓർമ്മകളുണ്ട്. ഇപ്പോൾ മനസ്സിനൊരു സമാധാനം. കാരണം എൻ്റെ ഉള്ളിലെ ഒരുപാട് വേദനകൾ മാഞ്ഞില്ലെങ്കിലും ചില കാര്യങ്ങളെല്ലാം നീ അറിഞ്ഞല്ലോ. ഇതാണ് ഞാനും നീയും തമ്മിലുള്ള ഇഷ്ടത്തിൻ്റെ ഒരു കഥ. 4 മാസക്കാലത്തോളം എന്തൊക്കെയോ മനസ്സിൽ കൊണ്ടു നടന്നു. വേറെ ഒന്നുമല്ല, ഈ നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന ഈ ഭാരം ഒന്ന് ഇറക്കി വെക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത്. എൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രമല്ല, നിഷ്കളങ്കമായ നിന്റെ മുഖവും നിന്റെ മനസ്സും എനിക്ക് നന്നായിട്ട് വായിച്ചറിയാൻ കഴിഞ്ഞു. നിന്റെ ഉള്ളിലും ഒരുപാട് വേദനകളുണ്ടെന്ന് എനിക്കറിയാം. ആ വേദനകൾ പങ്കുവെക്കുകയാണെങ്കിൽ ഞാൻ കാരണം നീയും സന്തോഷവതിയാകും. നമ്മൾ കാരണം മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വരുന്ന അതിനേക്കാൾ വലിയ പുണ്യം മറ്റെന്താ ഉള്ളത് ഈ ലോകത്ത്. അത് മാത്രമായിരുന്നു. എന്തായാലും എൻ്റെ ഭാഗത്ത് നിന്ന് നിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും വാക്കുകളോ പ്രവൃത്തികളോ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ് എന്ന് ഒത്തിരി സ്നേഹത്തോടെ സ്വാലിച്ചെടുത്തു.